2 ശമൂവേൽ അധ്യായം 8. അനന്തരം ദാവീദ് ഫെലിസ്ത്യരെ ജയിച്ചടക്കി മൂലസ്ഥാനത്തിന്റെ ഭരണം ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കി. അവൻ മോവാബ്യരെയും തോൽപ്പിച്ച് അവരെ നിലത്തു കിടത്തി ചരടുകൊണ്ടളന്നു. കൊല്ലുവാൻ 2 ചരടും ജീവനോടെ രക്ഷിപ്പാൻ 1 ചരടുമായി അവൻ അളന്നു. അങ്ങനെ മോവാബ്യർ ദാവീദിന് ദാസന്മാരായി കപ്പം കൊടുത്തു വന്നു. രഹോബിന്റെ മകനായി സോബാ രാജാവായ ഹദദേസർ നദീതീരത്തുള്ള തൻ്റെ ആധിപത്യം യഥാസ്ഥാനപ്പെടുത്തുവാൻ പോയപ്പോൾ ദാവീദ് അവനെ തോൽപ്പിച്ചു. അവൻ്റെ വക 1700 കുതിരച്ചേവകരെയും 20,000 കാലാളുകളെയും ദാവീദ് പിടിച്ചു. രഥകുതിരകളിൽ 100 മാത്രം വച്ചും കൊണ്ട് ശേഷം കുതിരകളെയൊക്കെയും കുതിഞരമ്പു വെട്ടിക്കളഞ്ഞു. സോബാ രാജാവായ ഹദദേസരിനെ സഹായിപ്പാൻ ദമ്മേശക്കിനോട് ചേർന്ന അരാമ്യർ വന്നപ്പോൾ ദാവീദ് അരാമ്യരിൽ 20,000 പേരെ സംഹരിച്ചു. പിന്നെ ദാവീദ് ദമ്മേശക്കിനോട് ചേർന്ന അരാമിൽ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. അരാമ്യരും ദാവീദിനു ദാസന്മാരായി തീർന്നു കപ്പം കൊടുത്തു വന്നു. ഇങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഹദദേസരിന്റെ ഭൃത്യന്മാർക്ക് ഉണ്ടായിരുന്ന പൊൻപരിചകളെ ദാവീദ് എടുത്ത് യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേസരിന്റെ പട്ടണങ്ങളായ ബേദഹിൽ നിന്നും ബെരോതായിൽ നിന്നും ദാവീദു രാജാവ് അനവധി താമ്രവും കൊണ്ടുവന്നു. ദാവീദ് ഹദദേസരിന്റെ സർവ്വസൈന്യത്തെയും തോൽപ്പിച്ചു എന്ന് ഹമാത്ത് രാജാവായ തോയി കേട്ടപ്പോൾ ദാവീദ് രാജാവിനോട് കുശലം ചോദിപ്പാനും അവൻ ഹദദേസരിനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ചതുകൊണ്ട് അവനെ അഭിനന്ദിപ്പാനും തോയി തൻ്റെ മകൻ യോരാമിനെ രാജാവിൻ്റെ അടുക്കൽ അയച്ചു. ഹദദേസരിന് തോയിയോട് കൂടെ യുദ്ധമുണ്ടായിരുന്നു. യോരാം വെള്ളി, പൊന്ന്, താമ്രം എന്നിവ കൊണ്ടുള്ള സാധനങ്ങളെ കൊണ്ടുവന്നു. ദാവീദ് രാജാവ് ഇവയെ അരാമ്യർ, മോവാബ്യർ, അമ്മോന്യർ, ഫെലിസ്ത്യർ, അമാലേക്യർ എന്നിങ്ങനെ താൻ കീഴടക്കിയ സകല ജാതികളുടെയും പക്കൽ നിന്നും രഹോബിന്റെ മകനായി സോബാ രാജാവായ ഹദദേസരിന്റെ കൊള്ളയിൽ നിന്നും എടുത്ത് വിശുദ്ധീകരിച്ച വെള്ളിയോടും പൊന്നിനോടും കൂടെ യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചു. പിന്നെ ദാവീദ് ഉപ്പു താഴ്വരയിൽ വച്ച് 18,000 അരാമ്യരെ സംഹരിച്ച് മടങ്ങി വന്നപ്പോൾ തനിക്ക് കീർത്തി സമ്പാദിച്ചു. അവൻ എദോമിൽ കാവൽ പട്ടാളങ്ങളെ ആക്കി. എദോമിൽ എല്ലായിടത്തും അവൻ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. എദോമ്യരൊക്കെയും ദാവീദിന് ദാസന്മാരായി തീർന്നു. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രായേലിനെയും വാണു. ദാവീദ് തൻ്റെ സകല ജനത്തിനും നീതിയും ന്യായവും നടത്തിക്കൊടുത്തു. സെരൂയയുടെ മകൻ യോവാബ് സേനാധിപതിയും അഹീലൂദിന്റെ മകൻ യഹോശാഫാത്ത് മന്ത്രിയുമായിരുന്നു. അഹീദൂബിന്റെ മകൻ സാദോക്കും അബ്യാഥാരിന്റെ മകൻ അഹിമേലെക്കും പുരോഹിതന്മാരും സെരയ രായസക്കാരനും ആയിരുന്നു. യഹോയാദായുടെ മകൻ ബെനായാവ് ക്രേത്യർക്കും പ്ലേത്യർക്കും അധിപതിയായിരുന്നു. ദാവീദിന്റെ പുത്രന്മാരോ പുരോഹിതന്മാരായിരുന്നു.